ഇവനെ ചെസ് പഠിപ്പിച്ചത് നിങ്ങളാണോ? അങ്ങനെയൊന്നുമില്ല സാറേ. എനിക്ക് ഈ കളിപ്പാട്ടത്തിന്റെ കച്ചവടമായിരുന്നു. കൂട്ടത്തിൽ ചെസ് ബോർഡും ക്യാരംസ് ബോർഡും അങ്ങനെ പലതും. ഇവനാണെങ്കിൽ വീട്ടിൽ ഒരിക്കലും അടങ്ങിയിരിക്കുക, എപ്പോഴും എന്തെങ്കിലും കളിച്ചോണ്ടും ചെയ്തോണ്ടും ഇരിക്കും. എനിക്കങ്ങനെ ഇവന്റെ ഒപ്പം ഓടിപ്പാഞ്ഞ് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ പറ്റുന്നൊരു കളിന്ന് വെച്ചാൽ ചെസ്സാ. അതാവുമ്പോ ഒരിടത്തിരുന്ന് കളിച്ചാൽ മതി. പിന്നെ കുട്ടികൾ കടലയൊക്കെ വിറ്റിട്ട് വരുമ്പോ ഓളേട്ടനും തിരുമേനിയും എല്ലാരും കൂടെ വട്ടമിട്ടിരുന്ന് ചെസ് കളിക്കുന്നുണ്ടാവും നമ്മുടെ ഗ്രൗണ്ടില്. കുഞ്ഞായിരിക്കുമ്പോ തൊട്ടേ ഇവൻ അതാ കാണുന്നത്. പിന്നെ പിന്നെ അവനും അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങി. ഇവന്റെ തിരിഞ്ഞൊരു കളിയില്ല, തമാശക്കാണെങ്കിലും ഇതൊക്കെ എവിടുന്ന അച്ഛൻ പഠിപ്പിച്ചെന്താ? ഇതൊന്നും വലിയ കഴിവല്ല സാറേ. നമ്മുടെ കുട്ടികൾ ഊണ് കഴിക്കാതിരിക്കുമ്പോ നമ്മൾ ഓരോന്നും പറഞ്ഞ് പറ്റിച്ച് ഊണ് കഴിപ്പിക്കില്ലേ, അതുപോലെ കുറെ കളിച്ചു കഴിയുമ്പോ കളി മടുത്തവൻ പുറത്തിറങ്ങും. അപ്പോ പിന്നെ ബുദ്ധിമുട്ടുള്ള കളികൾ കളിക്കാൻ എന്നോട് പറയും. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ കളിയിൽ തന്നെ എന്തെങ്കിലും പുതുമകൾ കണ്ടെത്തും. അങ്ങനെ ഒരു പൊട്ടം കളിയാ. ഇതൊന്നും ഒരു പൊട്ടം കളിയല്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ജീവിതം തന്നെ ഒരുതരം പൊട്ടം കളിയാ സാറേ. ആദ്യമായിട്ടാ നീ പാറമേക്കാവ് കാണുന്നേ? പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അച്ഛാ, കാറിനുള്ളിൽ നിന്ന് കാണുമ്പോ വേറെ പോലെയാ കാണണേ. എന്താ രസം. സാർ, കണ്ണി കണ്ട കപ്പലിൻ്റെ കച്ചവടക്കാരുടെ ഉന്തുവണ്ടിക്കാരുടെയൊക്കെ മക്കൾക്ക് അഡ്മിഷൻ കൊടുത്ത് നമ്മുടെ റെപ്യൂട്ടേഷൻ സ്പോയിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സാർ, സുബ്രഹ്മണ്യൻ അഡ്മിഷൻ കൊടുത്തോണ്ട് ഈ സ്കൂളിന് ഗുണം മാത്രമേ ഉള്ളൂ. ഈസ് കേപ്പബിൾ ഓഫ് വിന്നിംഗ് ഈവൻ ഇന്റർനാഷണൽ ടൈറ്റിൽസ്. ഈസ് സച്ച് എ ജീനിയസ്. ശരി, പക്ഷെ ഈ കുട്ടി തന്നെ വേണമെന്ന് മുന്നിൽ എന്തത്ര നിർബന്ധം? More than 1,000 students are studying here. Why can't you just go ahead and find some really talented players among them? ഇതൊക്കെ പോട്ടെ, മുനീബിന് എന്തിനാ ഇത്രയ്ക്ക് ഓവർ എന്തൂസിയാസം? അതും ഒരു സബ് സ്റ്റാൻഡേർഡ് സർക്കാർ സ്കൂൾ സ്റ്റുഡന്റിന്റെ കാര്യത്തിൽ. സബ് സ്റ്റാൻഡേർഡ് സർക്കാർ സ്കൂൾ സ്റ്റുഡന്റ്, ഈ പറഞ്ഞ സബ് സ്റ്റാൻഡേർഡ് സർക്കാർ സ്കൂളിൽ പഠിച്ച പലരും ലോകത്ത് അത്ഭുതങ്ങൾ കാണിച്ചവരാണ്. ഓക്കെ let us wind up our arguments. ഈ അക്കാഡമിക് ഇയറിൽ ഈ കുട്ടി ഇവിടെ പഠിച്ചോട്ടെ, ഒരു കൺസിഡറേഷൻ. ബാക്കിയെല്ലാം അതിന് ശേഷം ആലോചിക്കാം. ഓക്കെ? അപ്പോൾ കാര്യങ്ങളൊക്കെ മുനീബ് പറഞ്ഞു കൊടുത്തല്ലോ. യെസ് മാം. മാനേജ്മെന്റ് ഇതൊരു സ്പെഷ്യൽ കേസായിട്ട് പരിഗണിച്ചത് കൊണ്ട് അഡ്മിഷൻ ഫീസും ടെർമിനൽ ഫീസും ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതല്ലാതെയുള്ള ചില അഡീഷണൽ എക്സ്പെൻസസ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ മാനേജ് ചെയ്യണം. സമ്മതാണല്ലോ? സമ്മതം. താങ്ക്സ് മാഡം. ഓൾ ദി ബെസ്റ്റ് സുബ്രഹ്മണ്യൻ. അപ്പോൾ TC ആയിട്ട് വന്ന് കുട്ടിയെ ചേർത്തോളൂ കേട്ടോ. മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ടെൽ മീ. മോന്റെ കൂടെ മോൾ കൂടി ഒരു അഡ്മിഷൻ ശരിയാക്കി തരാൻ പറ്റുമോ? നോ മിസ്റ്റർ വനജൻ, ഇത് തന്നെ ഒരു ഫേവറായിട്ട് ചെയ്തു തരുന്നത്. ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. മാം പ്ലീസ്. മുനീബ്, സോറി, നടക്കില്ല. ഇക്കൊല്ലം കൊണ്ടുപോകാതിരുന്നൂടെ ഇവിടുന്ന്? പ്രതീക്ഷിക്കാതെ കിട്ടിയ ചാൻസ് ആയതുകൊണ്ട് തട്ടിക്കളയാൻ തോന്നിയില്ല മാഷെ. ഇങ്ങോട്ട് വന്ന ഭാഗ്യല്ലേ ഇത്. കൊണ്ടുപോകണ്ടെന്നല്ല പറഞ്ഞത്, ഓരോ വർഷവും കുട്ടികൾ കുറഞ്ഞു വരികയാണ് സ്കൂളിൽ, അതുകൊണ്ട് പറഞ്ഞതാ. നന്നായി വരട്ടെ. എനിക്ക് സ്കൂളിൽ പോകണ്ടച്ചാ, നമ്മുടെ സ്കൂൾ തന്നെ മതി. സ്കൂളിൽ പോകണ്ട? എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? ചേർന്ന് കഴിഞ്ഞിട്ടാണോ ഓരോന്നൊക്കെ പറയുന്നത്? ഇവളില്ലാതെ പോവാൻ എനിക്ക് തോന്നണില്ല. അതാ നല്ലത് ചേട്ടാ, പോണ്ട. അവിടെ ഒരു രസം ഉണ്ടാവില്ല, ഒരു ജാതി പത്രാസുകാരാ. ഓ പിന്നെ, നിനക്കല്ലേ അറിയാവുന്നത്, ഒന്നും മിണ്ടാണ്ടിരുന്നു അവിടെ. ഇവൾക്ക് എന്താ പ്രശ്നം എന്നറിയോ? അഡ്മിഷൻ കിട്ടാത്തതിന്റെ കുശുമ്പ. ആർക്ക് വേണം? അമ്മേ, നീ വാടാ, കഴിച്ചിട്ട് പോടാ. അവിടെയൊക്കെ പഠിക്കാൻ പറ്റണ എന്നെ മഹാഭാഗ്യ. കൂട്ടുകാരൊക്കെ അവിടെ ഉണ്ടായിക്കോളും. അതൊന്നും സാരില്ലടാ. ഈ വർഷം കഴിഞ്ഞാൽ എന്തായാലും വേറെ സ്കൂളിൽ പോകേണ്ടതല്ലേ. ഒരാഴ്ച കഴിയുമ്പോൾ ഈ സ്കൂളും നിന്റെ സ്കൂളാകും.
അച്ഛാ. പോയിട്ട് വാടാ. അമ്പു. ഒന്ന് ശ്രദ്ധിച്ചോളാം സാർ. ഒന്നും പേടിക്കണം, ഞാൻ നോക്കാം. ബൈ. ബൈ. ഓക്കെ. അച്ഛാ. മോർണിംഗ് മോർണിംഗ്. ഒന്നും പേടിക്കണ്ട കേട്ടോ. സാർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. എന്ത് സുപ്പ്? സാർ ഒരു മിനിറ്റ്. സർ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അച്ഛാ, ആ അമ്പുവിനെ ഒറ്റയ്ക്ക് സ്കൂളിൽ വിടണ്ട കേട്ടോ. അച്ഛൻ അവളെ കൊണ്ടാക്കില്ലേ? ശരി പോകും. സുബ്രു, ഇത് വേറെ ലോകമാണ്. നീ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമുക്കിവിടെ. ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടാവും, പിന്നെ അത് മാറണം. ഗുഡ് മോർണിംഗ് സർ. വാ. No. No. It's him. Really, he has defeated Rohan. No, you can't sit here. Take it. Please sit. Hi, what's your name? Subramanian. My name is Jahan. Where are you coming from? Pungunam. Your previous school? Pungunam. Who all are there in your house? അച്ഛൻ, അമ്മ.